ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ കാണാൻ വേണ്ടി പോവുകയാണ്. സോ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഒരു റിവ്യൂ ചെയ്യണോ, SUവിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കാണാൻ പറ്റും ഹോളിഡേ ഇൻ ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്. ഇതൊക്കെ വരുന്ന ഒരു നഗരത്തിൻ്റെ സെൻട്രലാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത്. സോ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന സ്ഥലവുമാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി. സോ നമ്മളിപ്പോൾ ആൾറെഡി യൂണിവേഴ്സിറ്റിക്ക് എത്താറായിട്ടുണ്ട്. ഞാനൊരു വൈകുന്നേര സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു പെട്ടെന്ന് തന്നെ എത്തും. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഫ്രണ്ട് വശത്തിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ മെട്രോയിൽ കയറുന്ന പോലെ, ദുബായിലല്ല ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉണ്ട്, മെട്രോയിൽ കയറുന്ന പോലെ ഒരു കാർഡ് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ഉള്ളിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ജോർജിയയിൽ ഏറ്റവും കൂടുതൽ മലയാളികളും ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതായത് ജോർജിയയുടെ സ്വന്തം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, ടിബിലിസിയുടെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ക്ലാസി ഫീലാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലാസി ഫീല്. നമുക്കിതിൻ്റെ ഉൾവശം കാണാം. ഒരു കംപ്ലീറ്റ് ക്യാമ്പസ് ടൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഒന്നുമില്ല, ഒരു ശാന്ത അന്തരീക്ഷമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസൊക്കെ കാണാൻ പറ്റും. അതായത് ജോർജിയൻ അമേരിക്കൻ ഫിലിം അക്കാഡമി, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മറ്റു ഒരുപാട് ബ്രാഞ്ചസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെ അറബിക് സ്റ്റുഡൻസ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു ടോട്ടൽ 10-35 രാജ്യത്തെ സിറ്റിസൺസ് ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഇൻ്റർനാഷണൽ എക്സ്പോസറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഉള്ളിലോട്ട് വന്നിട്ടാണ്. പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ വളരെ നല്ല രീതിയിലാണ്. എനിക്ക് ക്യാമറമാന് കയറാൻ പറ്റിയില്ല, ഞാൻ ഒറ്റക്കാണ് കയറുന്നത്. സോ അതുകൊണ്ട് എൻ്റെ ഐ പോയിൻറ്റിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. നോക്കൂ, വളരെ വിശാലമായിട്ടുള്ള ഏരിയയാണ്. അവരുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമാണ്. ഇത് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയയാണ്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റുഡൻസിൻ്റെ റീക്രിയേഷണൽ ഏരിയയാണ്. കാരണം ഇവിടെ ക്ലാസ്സസിൻ്റെ ഇടയിൽ 20 മിനിറ്റ്സും 30 മിനിറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ സ്റ്റുഡൻസ് റീക്രിയേഷണൽ ഏരിയ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നല്ല വിഷ്വൽസാണ്. അവിടെ ഇപ്പോൾ കുറച്ച് കുട്ടികൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ഒരുപാട് മെഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം. സ്റ്റുഡൻസ് സ്പോർട്സിലും ആർട്സിലൊക്കെ അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ മെഡിക്കൽ ഭാഗത്തോട്ട് പോവുകയാണ്. ഈ മെഡിക്കലിൻ്റെ ഒരു ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ അതേ രീതിയിലുള്ള പ്രാക്ടിക്കൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ക്ലാസ്സസും വരുന്നത് ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ അകത്തല്ല അധികം ക്ലാസ്സസ് വരിക, അധികം ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിലെ ക്ലാസ് റൂംസിലാണ് വരിക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അനാട്ടമി ഇന്ന് പഠിച്ചു വെച്ചാൽ അതിൻ്റെ പ്രാക്ടിക്കൽ തന്നെ അന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ഫിസിയോളജി ആണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ തന്നെ അന്ന് പേഷ്യൻസ് അവിടെ ഉള്ളതുകൊണ്ട് കിട്ടും. സോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെം മുതൽ തന്നെ സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മുന്നേ ഇവിടെ അഡ്മിഷൻ ചെയ്തിട്ടുള്ള കുട്ടികളായിരുന്നും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളായിരുന്നൊക്കെ എനിക്ക് മനസ്സിലാൻ പറ്റുന്നു. സോ പ്രാക്ടിക്കലിൽ ഊന്നിയിട്ടുള്ളൊരു സ്റ്റഡീസാണ്. ഇപ്പോൾ നമ്മൾ നേരെ കാണുന്നത് ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറിയാണ്. അതായത് ഇവർക്ക് അറ്റ് എ ടൈം ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ളതും പഠിക്കാൻ പറ്റും, PDFസും പഠിക്കാൻ പറ്റും, പിന്നെ ലൈബ്രറിയും പഠിക്കാൻ പറ്റും. ലൈബ്രറിയിൽ സാധാരണ ബുക്സും അതിൽ നാട്ടിലത്തെ ബുക്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവരിവിടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്വയറ്റ് എൻവിറോൺമെൻറ്റാണ്. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് കയറിയത്. സോ അതുകൊണ്ട് തന്നെ അധിക വിഷ്വൽസ് ഇവിടുന്ന് നമുക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ലൈബ്രറിയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തത് കോൺഫറൻസ് ഹാളാണ്. ഈ കോൺഫറൻസ് ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് ഇവരെ പഠിപ്പിക്കുന്നത് വലിയ വലിയ ലെക്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ജോർജിയൻ സിറ്റിസൺസ് മാത്രമല്ല, US എന്നുള്ളതും യൂറോപ്പിൽ നിന്നൊക്കെ ഉള്ള ഒത്തിരി നല്ല നല്ല ലെക്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവരെ ലെക്ചർ ഹാൾ ഓപ്പൺ ആക്കുന്നത്. ഇതപ്പോൾ നമ്മൾ വരാന്തയിലോട്ട് പോവുകയാണ്. ഈ വരാന്തയിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഭയങ്കര രസമുള്ള വ്യൂ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിബിലിസിയുടെ ക്യാപിറ്റൽ, അതായത് ടിബിലിസിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആണല്ലോ, അതിൻ്റെ ഹൃദയഭാഗത്താണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ വരുന്നത്. സോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹോൾ ടിബിലിസി കാണാൻ പറ്റും. ശരിക്കും നമ്മളൊരു രാജ്യത്തിൻ്റെ ഒത്ത നടുക്ക് പഠിക്കുന്ന ഒരു ഫീൽ. നല്ല രസമുള്ള റിവേഴ്സും പ്ലേ ഗ്രൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ. ഈ പ്ലേ ഗ്രൗണ്ട്സും ടെന്നീസ് കോർട്ടൊക്കെ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്, വിദ്യാർത്ഥികളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു നല്ലൊരു എൻവിറോൺമെൻറ്റലാണ്. പിന്നെ അതപ്പം ഹന്ന, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ മുന്നിലാണ്. അപ്പോൾ അന്ന ഇവിടെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എങ്ങനെയുണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. നല്ല എന്താ
നല്ല യൂണിവേഴ്സിറ്റി. എങ്ങനെയുണ്ട് ഇവിടെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റിക്ക് തന്നെ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്, അതാണ് നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പോഷർ. അന്നപ്പോ വന്നിട്ട് 2 വർഷമായി. 2 വർഷം ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ കൺസൾട്ടൻസിയുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് വന്ന തൊട്ട് കൺസൾട്ടൻസി കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അക്കോമഡേഷനും ഫുഡും എല്ലാ കാര്യങ്ങളും ഫുള്ള്. അപ്പൊ അതായത് ഹന്ന വയനാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരുന്നവരെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഹാപ്പിയാണ്. ശരി, ആയിക്കോട്ടെ. ഓ ഗൈസ് നോക്കൂ, ഞങ്ങളിപ്പോൾ ഉള്ളത് ജോർജിയയിലാണ്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയി പഠിക്കാൻ, അതായത് MBBS നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, യെസ്, ഇതിന് പറ്റിയൊരു ഓപ്ഷനാണ്. പറ്റിയ സമയം +2 പരീക്ഷയൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് പറ്റിയ സമയം. അതെ ഗൈസ് നോക്കൂ, അതായത് നിങ്ങൾക്ക് ജോർജിയയിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് മിതമായ പൈസയ്ക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഈ ജോർജിയ വന്ന് പഠിക്കാം. ഏതാനും നാളുകൾക്കുള്ളിൽ ഇത് യൂറോപ്പിൽ കയറുകയും ചെയ്യും. പിന്നെ അതുമാത്രമല്ല, ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, പിന്നെ മിതമായ ഫീസ്. അല്ലേ? കോളേജൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയത്? നല്ല അടിപൊളി ഒരു പ്രീമിയം 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ കോളേജാണ്. അപ്പം ഇവിടെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങളുടെ കൂട്ടുകാരനാണ്, നേരത്തെ മുതലേ ഞങ്ങൾക്ക് പരിചയമുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഈ വീഡിയോയിൽ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പല ആൾക്കാരും ഇവിടെ അവിലയിലൊക്കെ പോകുന്നവരൊക്കെ നിങ്ങൾ വിചാരിക്കും, അതായത് എന്നാൽ അവർക്ക് പൈസ കുറവല്ലേ, എന്നാൽ പിന്നെ അവരുടെ അടുത്ത് കയറി പോകുന്നേക്കാം. അങ്ങനെയൊന്നുമല്ല. ഇവിടെ കറക്റ്റ് രജിസ്റ്റേർഡ് ആയ ഏജന്റുമാരാണ് ഇവരൊക്കെ. അപ്പോൾ അവർ കൂടി തരുവാൻ നേരത്തെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്? ഇവിടെ MBBS, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ബിസിനസ് കോഴ്സ്. ഇത്രയും കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ കോഴ്സുകൾ നിങ്ങൾ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോർജിയ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവരും കറക്റ്റായിട്ട് പറയും. പിന്നെ മാതാപിതാക്കൾക്ക് വിശ്വസിച്ച് വിടാൻ പറ്റിയ സ്ഥലമാണ്. ഹോസ്റ്റലും അക്കോമഡേഷനും. അതെ, അതായത് നമുക്കിവിടെ കേരള ഫുഡ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ മലയാളികൾ മാത്രമുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങൾ. പിന്നെ അതേപോലെ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കുന്ന ഇഷ്ടം പോലെ കേരള ഹോട്ടലുണ്ട് പുറത്ത്. സത്യമായ കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയുടെ ഒരു വരദാനം, അതായത് വളരെ സൗന്ദര്യമുള്ള ഒരു രാജ്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് ബോറടിക്കില്ല. വേറൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഒരു കൊല്ലത്തിനുള്ളിൽ ഇത് യൂറോപ്യൻ യൂണിയൻ കയറുകയും ചെയ്യും. അപ്പൊ നമുക്ക് യൂറോപ്പിൽ പഠിച്ചെന്നുള്ള ഒരു ഇതും കിട്ടും. ഓൾറെഡി ഇവിടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആട്ടോ. ഇത് നോക്കൂ, ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് വയനാടും ആലപ്പുഴയിലുമുള്ള പിള്ളേരാണ്. അത് നമ്മുടെ സ്വന്തം നാട്ടുകാർ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാ. ഇപ്പൊ എത്ര വർഷമായി? 2 വർഷം. ഗൈസ് നോക്കൂ, 2 വർഷമായ സ്റ്റുഡൻസ് ആണ്. പേരെന്നാ? പേര് ഹന്ന. ഗൈസ് നോക്കൂ, ഇവരിവിടെ. നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് പഠിക്കുന്നത്? MBBS. മോളോ? ഗൈസ് നോക്കൂ, ഇവർ 2 പേരും MBBS പഠിക്കുന്നത്. ഇവർ വളരെ സന്തോഷമാരാണ് ഗൈസ്. ഇതിൽ കൂടുതൽ പിള്ളേർ ഇവിടെ കണ്ടാൽ ഇവിടെ ഇപ്പം വെക്കേഷനാണ്, ആൾക്കാർ വീട്ടിൽ പോയേക്കുവാണ്. ഏതാണ്ട് ഒരു 5 അതെ, അതായത് അവരൊക്കെ ഇനി 10 ദിവസം അല്ലേ, 10 ദിവസം കഴിഞ്ഞല്ലേ തിരിച്ചു വരിക. 10 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരിക. 2-3 കാര്യം കൂടെ ചേട്ടൻ പറഞ്ഞു തരും. അതെന്നാന്ന് പറഞ്ഞു കേട്ടാ. അതായത് ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് വരുന്ന പേരൻസിനും വിദ്യാർത്ഥികൾക്കും ഒരു ഡൗട്ട് ഉണ്ട്. അതായത് വിദേശത്ത് വെറും കെട്ടിടങ്ങൾ മാത്രമാണ്, പേഷ്യൻസിനെ കൊണ്ട് തൊടിയിക്കത്തില്ല, പ്രാക്ടിക്കൽസ് നടക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെജോറിറ്റി ക്ലാസ്സസും ഹോസ്പിറ്റൽസിലാണ് നടക്കുന്നത്. സ്റ്റുഡൻസിനും പേഷ്യൻസിനും തമ്മിൽ ഇന്ററാക്ഷൻ ചെയ്തിട്ട് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. അതായത് നാട്ടിലത്തെ അതേ ക്ലിനിക്കൽ എക്സ്പോസർ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലാസ്സസും ഹോസ്പിറ്റൽസിൽ തന്നെയാണ് വരുന്നത്. ഗൈസ് നോക്കൂ, അപ്പൊ ഇനി ഒട്ടും മടിക്കേണ്ട, താഴെ കാണുന്ന നമ്പറിലോ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. 2025 ബാച്ചിലോട്ടുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും, വളരെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്കൊരു ഈ വീഡിയോക്കകത്ത് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസും കാര്യങ്ങളും നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിനെ കാണിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള ഒരു യാത്ര എങ്ങനെയാണ്, എത്ര കണ്ടിട്ട് എടുത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഹോസ്റ്റൽസും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫോളോ മീ. നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ മൊത്തത്തിൽ കാണിച്ചു. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലോട്ടുള്ള ഒരു പ്രവേശനം, അതായത് എങ്ങനെ അങ്ങോട്ട് പോകാം, അത് എത്ര കണ്ടിട്ട് സിറ്റിയുടെ നടുക്കാണ് നിൽക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോർജിയൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ജോർജിയൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ വൺ ഓഫ് ദ ജോർജിയൻസ് കൂടുതൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അത് കണ്ടോ, ആക്സിലറേറ്റിംഗ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു എക്സിബിഷനോ മറ്റു കാര്യങ്ങളോ വരുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. അതിനുവേണ്ടി പണിത് വെച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ടൗണിലോട്ട് പോവാം.
നോക്കൂ, ഇതാണ് ടിബിലിസിയുടെ ഒരു ഹൃദയം എന്ന് പറഞ്ഞത്. ഇറ്റ്സ് ഒരു ബസ് പോണതിന് മുന്നേ ബസ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ബസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. സോ അത് വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് പോകാനുള്ള ഫെസിലിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടിബിലിസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തിയായിട്ടുള്ള ഏരിയയാണ്. അതായത് ഭയങ്കര പീസാണ്. അതായത് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തിരക്കുള്ള ഒരു ജനനിബിഡമായിട്ടുള്ള ഒരു സെൻറ്ററിനകത്ത് ഭയങ്കര സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഉള്ള എല്ലാതും. ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന വാക്വേ മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സീബ്ര ലൈനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് അവരുടെ ഒരു ഫ്രീഡം ഫൈറ്ററാണ്. പുള്ളിയുടെ മോണുമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോരാത്തതിന് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഇതാണ് മെയിൻ ടൗണായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. പിന്നെ ഈ വഴിയിൽ നമുക്ക് KFC കാണാൻ പറ്റും. പിന്നെ ബാങ്ക് ഓഫ് ജോർജിയ. ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മെട്രോ ബസ് സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത് നോർമലി ഇവിടുത്തെ ഒരു സിറ്റിസൻ്റെയോ അതല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിൻ്റെയോ കോസ്റ്റിലല്ല. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവിടെ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. സോ കൺസെഷൻ പ്രകാരം ഇവിടുത്തെ 0.2 ടെട്രിയിലാണ് ഇവിടെ കുട്ടികൾ യാത്ര ചെയ്യുന്നത്. സോ അത് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ജോർജിയ. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം ബേസിക്സ് ബാങ്കാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ യൂസ് ചെയ്യുന്നത്. ആ ബാങ്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആയി കാണാൻ പറ്റും, ബേസിക്സ് ബാങ്ക് എന്നുള്ളത്. പിന്നെ പോരാത്തതിന് ഒത്തിരി അങ്ങോട്ടൊക്കെ ഫുഡിൻ്റെ സ്ട്രീറ്റാണ്. അതായത് അറബിക് ഫുഡ്, ഈ തുർക്കി ഫുഡ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഫുഡിൻ്റെയും സ്ട്രീറ്റാണ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയാണ് ടിബിലിസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് കേരളത്തിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹ്രസ്വമായ രീതിയിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിനകത്തോട്ട് വാട്സപ്പിലോട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസാണ് നോക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. Can you write it? Yeah, sure. It's Help Abroad Education by Fawaz. Okay? Okay. Okay. Finish. Thank you Bye so bye. much.